നമസ്കാരം. മുറിവൈദ്യന്മാർ ആളെ കൊല്ലും എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. ഏതാണ്ട് അതേ അവസ്ഥയാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെയും കാര്യം. പലരും വളരെ കുറച്ച് മാത്രം പഠിച്ചിട്ട് ഇതിനെ പ്രവചനമായിട്ടെടുത്ത് 4 കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് അധിക ജ്യോത്സ്യന്മാരും. യഥാർത്ഥത്തിൽ ഒരു നല്ല ജ്യോത്സ്യനാവണമെങ്കിൽ വളരെ കാലത്തെ പഠനവും തപസ്യയോടുകൂടിയുള്ള വിശകലനവും എല്ലാം വേണ്ടിവരും. പക്ഷെ ഇതൊന്നും ചെയ്യാതെ പറയുമ്പോഴാണ് ഈ ജ്യോത്സ്യത്തെ കുറിച്ച് മറ്റുള്ളവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്. പക്ഷേ പല പ്രവചനങ്ങളും ശരിയായി പ്രവചിച്ചു കഴിഞ്ഞാൽ, ഭാവിയെക്കുറിച്ച് നല്ല രീതിയിൽ പ്രവചിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട വിധത്തിൽ നമുക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രവചനം നടത്തുന്ന ജ്യോത്സ്യന്മാരും അവരുടെ അടുത്തേക്ക് പോകുന്ന ആളുകളും വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇത് കൈകാര്യം ചെയ്യുവാനും വിനിയോഗിക്കുവാനും. ചൊവ്വാദോഷം, പാപജാതകം മുതലായ കാര്യങ്ങൾ പറഞ്ഞ് പബ്ലിക്കിനെ പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന പലരുമുണ്ട്. പക്ഷെ ഇതെല്ലാം ജീവിതത്തിൽ നമുക്ക് ഒരു മുൻവിധിയായി കാണിച്ചു തരുന്നു എന്ന രീതിയിൽ നമ്മൾ എടുത്ത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് ഈ ജാതകത്തെ ഉപകാരപ്രദമാക്കുവാൻ കഴിയും. ഇന്നത്തെ സാറിൻ്റെ ക്ലാസ് അതാണ്. നമുക്ക് അത് കണ്ടു നോക്കാം. നമസ്കാരം. കന്നിമൂല താഴ്ന്നാൽ അതിന് ഞാനാ ഉത്തരവാദി? ഞാനല്ല, നിങ്ങളല്ല ഉത്തരവാദി. ഇപ്പോൾ കുറച്ച് മണ്ണിട്ട് ഉയർത്ത, ദാറ്റ് ഈസ് ഓൾ. അതിൽ കന്നിമൂല താഴ്ന്നത് കൊണ്ടാണ് എൻ്റെ മകൻ്റെ തലയിൽ തേങ്ങ വീണു. കന്നിമൂല താഴ്ന്നത് കൊണ്ടല്ല തേങ്ങ വീണത്, ആ തേങ്ങ വീഴാൻ പാകത്തിനുള്ള തെങ്ങിൻ്റെ ചുവട്ടിൽ പോയി നിന്നതുകൊണ്ടാണ്. അല്ലാണ്ട് കന്നിമൂലം തേങ്ങ വീണത് തമ്മിൽ ഒരു ബന്ധമില്ല. അവിടെ പോയി നിൽക്കരുതായിരുന്നു. അത് സിമ്പിൾ തിയറിയാ. അതുകൊണ്ട് ജാതക ചേർച്ച എന്ന് പറയുന്നതിൽ ധാരാളം അപാകതയുണ്ട്. അത് സയൻസ് കൊണ്ട് ഒരിക്കലും വിവരിക്കാൻ സാധിക്കില്ല. 22 പൊരുത്തത്തിൽ 12 പൊരുത്തമുണ്ട്. ഫുൾ പൊരുത്തവുമായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ആ പ്രസ്സിൻ്റെ ഉടമ വന്ന് പറഞ്ഞു, സാറേ, എൻ്റെ മകൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാണ്. 10-30 കൊല്ലമായിട്ട് പരിചയമുള്ളത് കൊണ്ട് ഈ ജാതകം ചേരുന്നുണ്ടെന്ന് ജ്യോത്സ്യൻ പറഞ്ഞു. സാറൊന്ന് നോക്കുമോ? അദ്ദേഹം വളരെ വേണ്ടപ്പെട്ട ആളായത് കാരണം ഒരു 2-3 മണിക്കൂർ എടുത്ത് എല്ലാം നോക്കി. ഞാൻ പറഞ്ഞു, രമേശ, ഇത് ചേർക്കല്ലേ. ഈ പയ്യൻ ഇപ്പോഴും അമ്മയുടെ കൂട്ടത്തിലാണ് രാത്രി കിടക്കുന്നത്. 10-27 വയസ്സായിട്ടും ഇപ്പോഴും അമ്മയുടെ ബെഡിലാണ് കിടക്കുന്നത്. ഇയാൾ കല്യാണം കഴിച്ചാലും അങ്ങനെ തന്നെ ആയിരിക്കും. ശ്രദ്ധിച്ചു മതി രാമേഷ എന്ന് മാത്രം പറഞ്ഞു. അങ്ങേര് പറഞ്ഞു, സാറ് പറഞ്ഞാൽ എനിക്ക് ഉറപ്പാ, ഞാൻ ഇനി ഈ വിവാഹമായിട്ട് മുമ്പോട്ട് പോവില്ല. വേറൊരു പെണ്ണിനെ കണ്ടു, വിവാഹം കഴിച്ചു. മറ്റേ പയ്യൻ വേറൊരു വിവാഹം കഴിച്ചു. 3-ാമത്തെ മാസം ഇതേ കാരണത്താൽ ഡൈവോഴ്സ്. അടുത്ത പാരഗ്രാഫ് നോക്കാം. അപ്പോൾ ഓർമ്മിക്കുക, ജാതക പൊരുത്തത്തിൽ കഴിവും യുക്തിയും നന്മയും ചേർത്ത് പറഞ്ഞാൽ ഒരു ജനത അത് സ്വീകരിക്കും. അത് ഞാൻ പറയുന്നു. ജാതകത്തിൽ കുറവുണ്ടെങ്കിലും അല്പസ്വല്പമൊക്കെ കുറവുണ്ട്. അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. ചില പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ പേടിക്കാനൊന്നുമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നമുണ്ട്. 10-8 പൊരുത്തമൊന്നുമില്ല, 6 പൊരുത്തേ ഉള്ളൂ, അതൊക്കെ മതി ഇന്നത്തെ ലോകത്തിൽ എന്നൊക്കെ പറഞ്ഞൊന്ന് ആശ്വസിപ്പിച്ച് വിട്ടു എന്ന് വിചാരിക്കുക. ആ വ്യക്തിക്ക് ആവശ്യമുള്ളത് ഉത്തരമല്ല, ആശ്വാസമാണ്. ഉത്തരത്തിൽ ചേരുന്നോ ചേരുന്നില്ലയോ അതൊക്കെ ഒരു വശത്തിരിക്കട്ടെ. ആശ്വസിക്കുന്ന വാക്ക്, അതാണ് ജ്യോത്സ്യന്മാർ ഇന്ന് ചെയ്യാത്തത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും അന്ധവിശ്വാസം വരുന്നത്. ഇവർക്ക് തന്നെ പറയാം, ശ്രീരാമൻ്റെ ജാതകം ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി ആവർത്തിക്കണില്ല. ശ്രീകൃഷ്ണൻ്റെ ജാതകം ചരിത്രം നോക്കുക, നിമിത്തം നോക്കി കാര്യങ്ങൾ പഴിയുന്നത് ഒഴിവാക്കുക. നിമിത്തം നോക്കി കാര്യങ്ങൾ പറയരുത്. ജ്യോത്സ്യനെ വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം ഇന്നുണ്ട്. അവരുടെ എണ്ണം കൂടി വരുന്നു, അവരുടെ വിശ്വാസവും കൂടി വരുന്നു. അതുകൊണ്ട് ജ്യോത്സ്യനെ ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം, ജ്യോത്സ്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരും ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ജോലിക്ക്
ഇറങ്ങി പുറപ്പെടരുത്, ജ്യോതിഷനാവാൻ പുറപ്പെടരുത്. ഒന്നുകൂടി എൻ്റെ മുമ്പിലുള്ള കുടുംബാംഗങ്ങളോട് പറയുന്നു, 6 മാസം 8 മാസം 1 വർഷം കഷ്ടിച്ച് ജാതകം പഠിച്ചിട്ടാണ് ഇവര് പ്രവചനം നടത്തുന്നത്. അത് തന്നെ 100% തെറ്റാ, 100% തെറ്റാ. ഒരു 2-3 വർഷമെങ്കിലും ഒരു നല്ല ജ്യോത്സ്യന്റെ കീഴിൽ പഠിക്കാതെ പ്രവചനം നടത്തിയാൽ അത് തെറ്റുമെന്നുള്ളത് ഉറപ്പ്. അത് കിലുക്കിക്കുത്തായിരിക്കും, കിലുക്കിക്കുത്ത്. ഒത്തിരി പാരാമീറ്ററുകൾ ജാതകത്തിലുണ്ട്, അതൊന്നും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മുറി വൈദ്യന്മാരാണ് ജ്യോതിഷന്മാരിൽ പൂർണ്ണമായിട്ടും എന്ന് ഞാൻ പറയണില്ല. 90% മുറി വൈദ്യന്മാരാണ് എന്നുള്ളത് മറക്കരുത്. അടുത്തത് ചൊവ്വാദോഷം. ഈ ചൊവ്വാദോഷം എന്നുള്ളത് 7-8 ഭാവത്തിൽ ചൊവ്വ ഭാവാധിപതിയായി വന്നാൽ ചൊവ്വാദോഷം ഇല്ല. ചൊവ്വ ഉച്ചത്തിൽ നിന്നാൽ ചൊവ്വാദോഷം ഇല്ല. ചൊവ്വയ്ക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ചൊവ്വാദോഷം ഇല്ല. ചൊവ്വയിൽ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് വന്നാൽ ചൊവ്വാദോഷം ഇല്ല. ഒരൊറ്റ ജ്യോത്സ്യന്മാർ പോലും ഇത് പറയില്ല. അവർ ചൊവ്വാദോഷം എന്ന് പറയുന്നത് ഒരു വലിയ ഭീകരമായ ഒരു കാര്യമാണെന്നാണ് പറയുക. അല്ല, ചൊവ്വാദോഷം അത്ര ഭീകരമൊന്നുമല്ല. ശരിക്കു പറഞ്ഞാൽ ഓവർ ആക്റ്റീവ് ആവും. ചിലപ്പോൾ ചില രീതിയിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത. അതല്ലെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടാവില്ലേ, മരണം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ല, ദുഃഖം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഇല്ലാത്ത പലതും ചൊവ്വാദോഷത്തിൽ കയറ്റിവെച്ച് ഇത് പാപജാതകമാണെന്ന് പറഞ്ഞ് ഭയപ്പെടുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ നല്ല ഒരു ഡോക്ടറെ എങ്ങനെയാണോ കണ്ടെത്തുന്നത്, നല്ലൊരു ഹോട്ടൽ എങ്ങനെയാണോ കണ്ടെത്തുന്നത്, നല്ലൊരു വീട് വാടകയ്ക്കോ വാങ്ങിക്കാനോ എങ്ങനെയാണോ കണ്ടെത്തുന്നത്, നല്ലൊരു കാറ് വാങ്ങിക്കാൻ എങ്ങനെയാണോ കണ്ടെത്തുന്നത്, അതേപോലെ നല്ലൊരു ജ്യോത്സ്യനെ കണ്ടെത്താൻ സാധിച്ചാൽ, നല്ലൊരു ജ്യോത്സ്യനെ, എന്നോട് പേര് ചോദിക്കരുത്, എനിക്കറിയാം നല്ല ജ്യോത്സ്യന്മാരെ, പക്ഷെ എനിക്കൊരു പേടിയുണ്ട്. അതിൽ 3 പേര് കാശ് കൊടുത്താൽ മാറ്റി പറയുന്നവരാ. അതെനിക്ക് പേടിയാണ്. അത് ഞാൻ അടുത്ത കാലത്ത് അറിഞ്ഞത്. സൂപ്പർ ജ്യോത്സ്യന്മാരാ, 6ാമത്തെ വയസ്സ് മുതൽ പഠിച്ചവരാണ്. യൂണിവേഴ്സിറ്റി കോളേജിലെ മാത്തമാറ്റിക്സ് പ്രൊഫസറാണ്. PhD ജ്യോതിഷ അസ്ട്രോണമിയിൽ എടുത്തവരാണ്. സെൽഫായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തവരാ. പക്ഷേ 100ൻ്റെ നോട്ട് കൊടുത്താലും 500ൻ്റെ നോട്ട് കൊടുത്താലും ഈ ജാതകത്തിൻ്റെ വിവരണം പറയുന്നതിൽ മാറ്റം വരും. അതാണ് 8.5 എഴുതി തരുന്നത്. 10.5 പറഞ്ഞപ്പോൾ 10 എഴുതി തന്നത്, എനിക്ക് 10 എഴുതി തന്നത്. എൻ്റെ ഭാര്യയ്ക്ക് അത് ആവശ്യമായതുകൊണ്ട് ഞാൻ മേടിച്ചു. അവൾക്കറിയാം, അവളുടെ വിശ്വാസമാണ് അവൾക്ക് ഇമ്പോർട്ടൻ്റ്, ഞാൻ അതിനെതിരെ നിൽക്കില്ല. അതുകൊണ്ട് നല്ല ജ്യോത്സ്യന്മാരുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. അവർ പറയുന്നതിൻ്റെ കാൽഭാഗം എടുക്കുക. ആചാര്യാത് പാദമാദത്തെ. വീണ്ടും ഗോപാലകൃഷ്ണൻ പറയുന്നു, മകൾക്കോ മകനോ ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ ഭയപ്പെടുകയോ ദേഷ്യപ്പെടുകയോ വേദനിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. 1, ചൊവ്വാദോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മകന് ഇഷ്ടപ്പെട്ട നല്ല ഒരു സ്ഥലത്ത് നിന്ന് വിവാഹം കഴിക്കാം. അതിന് അപ്പുറത്തുള്ള ആൾക്കാർക്ക് ചൊവ്വാദോഷത്തിൻ്റെ ഉണ്ടെങ്കിൽ മറ്റ് പാരാമീറ്റേഴ്സ് നോക്കുക. എന്നിട്ട് കാൽഭാഗം എടുത്ത് മുമ്പോട്ട് പോവുക. അവസാനത്തെ ഒരു വരി മനപ്പൊരുത്തം. എന്താ മനപ്പൊരുത്തം എന്നറിയോ? ധാരാളം പേര് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, എൻ്റെ മകനൊരു പെൺകുട്ടിയുമായിട്ട് പ്രേമത്തിലാണ്, നല്ല മനപ്പൊരുത്തമുണ്ട് സാറേ, എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് എനിക്കറിഞ്ഞൂടാ. മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മകൻ, എനിക്കറിഞ്ഞൂടാ. മനപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ശരിക്കും ഒരു ആൺകുട്ടിയുടെ ജാതകം എടുത്ത് നല്ലൊരു ജ്യോത്സ്യൻ്റെ കൈ കൊടുക്കാം, കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറയാം. ഇങ്ങനെ 2000 രൂപ ചോദിക്കും. 2000 രൂപ ചോദിക്കും. കാരണം 4 ദിവസം വേണം എഴുതാൻ. കമ്പ്യൂട്ടർ ജാതകം കൊണ്ട് സാധിക്കില്ല. എന്നിട്ട് ആ ജാതകം കയ്യിൽ വാങ്ങിച്ച് പെൺകുട്ടിയുടെ ജാതകം അയാൾക്ക് കൊടുക്കാം, കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറയാം. മനസ്സിലായോ പറഞ്ഞത്? ഇനിയുള്ള ജീവിതകാലത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് ജാതകത്തിൽ എഴുതി തരാൻ പറയാം. 10-40 പേജ് ഉണ്ടാവും. എന്നിട്ട് ആണിൻ്റെ ജാതകം പെണ്ണിൻ്റെ കൈ കൊടുക്കുക, പെണ്ണിൻ്റെ ജാതകം ആണിൻ്റെ കൈ കൊടുത്തിട്ട്
നിങ്ങൾ തമ്മിൽ ചേർന്ന് പോവോ എന്ന് പഠിക്കാൻ പറയാം. അതാണ് മനപ്പൊരുത്തം. അല്ലാണ്ട് വഴിയെ കൂടെ വിമാനത്തിൽ പോയപ്പോൾ എയർ ഹോസ്റ്റസ് ജ്യൂസ് തന്നപ്പോൾ ആ എയർ ഹോസ്റ്റസിനെ പ്രേമിച്ചു, ആ വിമാനത്തിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ കല്യാണം കഴിച്ചു, അടുത്ത ടേക്ക് ഓഫിന് ഡൈവോഴ്സും ചെയ്തു. അതല്ല മനപ്പൊരുത്തം. മനപ്പൊരുത്തം എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞതിന് ഭർത്താവിൻ്റെ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് ഭാര്യ സ്വമനസാലെ ആ വ്യക്തിയെ അംഗീകരിക്കുക, ഭാര്യയുടെ നന്മ തിന്മകൾ വ്യക്തമായിട്ട് ജ്യോതിഷൻ എഴുതി തന്നത് പഠിച്ച് മനസ്സിലാക്കി ഭാര്യയുടെ കുറവും ഭാര്യയുടെ ഗുണങ്ങളും മനസ്സിലാക്കുക. അതാണ് മനപ്പൊരുത്തം. നിങ്ങൾ അറിയാവുന്നവരോടെല്ലാം ഇതൊന്ന് പറയണം. ഇപ്പം പറയുന്ന സോഡാക്കുപ്പിയുടെ ബിസിനസ് അല്ല മനപ്പൊരുത്തം എന്ന്. അതുപോലെ തന്നെ ആ വരി നോക്കാം. ചൊവ്വാദോഷം കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല സമയം. അങ്ങനെ ഒരു സമയമൊന്നും ലോകത്തിലില്ല. നല്ല സമയം എന്നുള്ളത് അവനവൻ നല്ല രീതിയിൽ ചിന്തിക്കുന്ന സമയമാണ് നല്ല സമയം. പിന്നെ നല്ലോണം മഴ പെയ്യുന്ന സമയം എല്ലാവർക്കും ചീത്ത സമയമാണ്. നല്ല ഇടി വെട്ടുന്ന സമയം പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, അത് ചീത്ത സമയമാണ്. ഭൂമി കുലുക്കം ഉണ്ടെങ്കിൽ പുറത്ത് തന്നെ നിൽക്കുക, അകത്തേക്ക് വരാതിരിക്കുക, അത് നല്ല സമയമാണ്. അല്ലാണ്ട് ഇവിടെ രാഹു എന്താ പറയുക, രാഹുകാലം, ഗുളിക കാലം, ഇനിയിപ്പോൾ വേറൊരു കാലവും കൂടിയുണ്ട്, യമകണ്ടക കാലം. അത് ആരുടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു കാലമൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ജീവിതവും അനുസരിച്ച് അതൊന്നും നിങ്ങളെ ബാധിക്കാൻ പോണില്ല. പിന്നെ അടുക്കും ചിട്ടയുമുള്ളൊരു ജീവിതത്തിന് വേണമെങ്കിൽ നേരത്തെ ഇറങ്ങണം. ഭാര്യയോട് പറയേണ്ടത് എങ്ങനെയാ? 9:30 പോകണം എന്ന് പറഞ്ഞാൽ ഭാര്യ പറയും 9:30 തയ്യാറാവാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു നോക്കാം, 10 മണിക്ക് രാഹുകാലാണ്, ഇറങ്ങിയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം ഇറങ്ങും. അപ്പം രാഹുകാലം ഭാര്യയെയോ മക്കളെയോ പേടിപ്പിക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് കുറേ കാലം വർക്ക് ചെയ്യേയില്ല. മകം പറന്ന മങ്ക, ഇത് ചിങ്ങമാസമാണെങ്കിൽ കുത്തുവാള എടുക്കും. പൂരം പറന്ന പുരുഷൻ, സൂര്യനും ചന്ദ്രനും ചിങ്ങത്തിൽ തന്നെയാണ് ചിങ്ങമാസമാണെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ജാതകം അറിയാവുന്നവർക്ക് മനസ്സിലാവും. ശുക്രദശ, അങ്ങനെ ഒരു ദശയില്ല. 6-ാം ഭാവത്തിൽ ശുക്രനാണെങ്കിൽ അത്രയും മദ്യപിച്ച് കള്ളത്തരം ചെയ്യും. 12-ാം ഭാവത്തിൽ ശുക്രനാണെങ്കിൽ ഡയബറ്റിക്സ് എന്ന രോഗം, ആശുപത്രി വാസം, കുറേ അധികം പ്രോബ്ലങ്ങൾ, മദ്യപാനം എല്ലാം ഉണ്ടാവും. അപ്പോൾ ശുക്രദശ എന്നൊരു ദശ, രാജയോഗം അങ്ങനെ ഒരു യോഗം ഇല്ല. ഉണ്ട് എന്ന് ധരിച്ച് തന്നെത്താനെ പ്രവർത്തിക്കുകയാണെങ്കിൽ രാജയോഗം ഇല്ലെങ്കിലും നല്ലതാ. അപ്പോൾ എനിക്കിപ്പോൾ രാജയോഗമാണെന്ന് വിചാരിച്ചങ്ങോട്ട് പ്രവർത്തിക്കുക, എന്ത് രസ. ഒരാൾക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. രാജയോഗമാണെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുക. ഞാൻ ഇതിനെ ഒന്നിനെ എതിർക്കല്ലാട്ടോ, ഇതിനെല്ലാം ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത് എന്ന് പറയാണ്. എന്താ കണ്ടകശനി എന്നറിയോ? ജാതകത്തിൽ ലഗ്നമൊഴിച്ച് 4, 7, 10 ശനി 2.5 വർഷം പോകുന്നതാണ് കണ്ടകശനി. 99% വ്യക്തികൾക്കും കണ്ടകശനി ഉണ്ട്. 60 വയസ്സിന് മുമ്പ് 6 പ്രാവശ്യം കണ്ടകശനി ഉണ്ട് നിങ്ങൾക്ക്. 60 വയസ്സിന് മുമ്പ് 2 പ്രാവശ്യം 7.5 ശനിയുമുണ്ട്. 12 ലഗ്നം 2 ശനി കടന്നു പോകുന്നതാണ്. നിങ്ങൾക്ക് എന്നെങ്കിലും നിങ്ങൾ കണ്ടകശനി ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? വല്ല പ്രശ്നവും വരുമ്പോഴാണ് ജ്യോത്സ്യൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പം ജ്യോത്സ്യൻ പറയും കണ്ടകശനിയാണ്. മറ്റേവൻ എന്താ ചെല്ലാത്തത്? ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട്. അപ്പം കണ്ടകശനി ഉള്ളവർക്കെല്ലാം കുഴപ്പം വേണമെന്നൊന്നും ധരിക്കല്ലേ. ലഗ്നാധിപതി ശനിയായിട്ട് വരികയാണെങ്കിൽ 4, 7, 10 ഭാവാധിപതി ശനിയായിട്ട് വരികയാണെങ്കിൽ കണ്ടകശനിയുടെ പ്രശ്നമില്ല. അതുപോലെ കുറേ എക്സെപ്ഷനുകളുണ്ട്. ഇതെല്ലാം നമ്മൾ ചങ്കൂറ്റത്തോടു കൂടി അഭിമുഖീകരിച്ചാൽ ജ്യോതിഷത്തിലെ നന്മകൾ ഉപയോഗിക്കാം, തിന്മകൾ ഒഴിവാക്കാൻ സാധിക്കും.